സാംസങ്ങിന്റെ ഇനി ഇറങ്ങാൻ പോകുന്ന ഫോണാണ് സാംസങ് M40. ഈ ഒരു ഫോണിന്റെ ചില സ്പെസിഫിക്കേഷൻസ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാംസങ് M40 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള സ്മാർട്ട് ഫോൺ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാംസങ് M40 എന്ന ഫോണിന്റെ വൈഫൈ സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ന്യൂസ് നമ്മൾ കേട്ടിരുന്നു. എന്നാൽ പുതിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ സാംസങ് M40 എന്നുള്ള ഫോൺ ഗീക്ക് ബെഞ്ച്മാർക്ക് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ലീക്ക് ആയിട്ടുള്ള ചില സ്പെസിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫോൺ റിലീസ് ചെയ്യുമ്പോൾ ഇതേ ഒരു സ്പെസിഫിക്കേഷൻ ആയിരിക്കണമെന്നില്ല. ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. നേരത്തെ പറഞ്ഞു ബെഞ്ച്മാർക്ക് സൈറ്റിൽ ഈ ഒരു ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഗീക്ക് ബെഞ്ച്മാർക്ക് എന്ന് പറഞ്ഞാൽ ഫോണിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ സ്കോർ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. M40 എന്നുള്ള മോഡൽ നമ്പറിലാണ് ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സാംസങ് M40 എന്നുള്ള ഫോൺ ആയിരിക്കാനാണ് സാധ്യത. ഈ ഒരു ഫോണിന്റെ സ്കോറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗന്റെ 675 എന്നുള്ള ഒരു പ്രോസസർ ആയിരിക്കും ഈ ഒരു ഫോണിൽ ഉപയോഗിക്കുക. പിന്നെ 6GB റാമും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കും. സ്നാപ്ഡ്രാഗൺ 675 എന്നുള്ള ഒരു പ്രോസസർ നമ്മൾ മുമ്പ് റെഡ്മി നോട്ട് 7 പ്രോ എന്നുള്ള ഫോണിൽ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസറാണ് സ്നാപ്ഡ്രാഗൺ 675 എന്നുള്ളത്. സിംഗിൾ കോർ പെർഫോമൻസിന്റെ സ്കോർ വരുന്നത് 2350ഉം മൾട്ടി കോർ പെർഫോമൻസിന്റെ സ്കോർ വരുന്നത് 6140ഉമാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സ്കോറാണ്. പിന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് 128GB ഇന്റേണൽ ലഭിക്കാനാണ് സാധ്യത. ആൻഡ്രോയിഡ് 9 ബേസ് ആയിട്ടുള്ള സാംസങ്ങിന്റെ തന്നെ 1UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുക. ഡിസ്പ്ലേ പറ്റിയിട്ടുള്ള അധിക കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ഫോണ് സാംസങ് M30 എന്നുള്ള ഫോണിന്റെ മുകളിൽ വരുന്ന ഒരു ഫോണായിരിക്കും. അതുകൊണ്ട് തന്നെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു ഫോണിൽ ഉപയോഗിക്കുക. പിന്നെ മിക്കവാറും ഇൻഫിനിറ്റി യു ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് ഈ ഒരു ഫോണിൽ 5000 mAh ബാറ്ററി ആയിരിക്കും ലഭിക്കുക. പിന്നെ ക്യാമറയെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സാംസങ് M30 എന്നുള്ള ഫോണിൽ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ ആയിരുന്നു ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ തന്നെയായിരിക്കും ലഭിക്കുക. പിന്നെ സാംസങ് M30 എന്നുള്ള ഫോണിൽ ഒരു സെൻസർ എന്ന് പറയുന്നത് ഒരു അൾട്രാവൈഡ് ലെൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് ഒരു അൾട്രാവൈഡ് ലെൻസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഫോണിന്റെ വിലയാണ്. 20,000 രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ഒരു ഫോൺ വരിക എന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അപ്പോ ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ലഭിക്കും. പിന്നെ നല്ലൊരു ഡിസ്പ്ലേ, നല്ലൊരു ബാറ്ററി ഒക്കെ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എടുത്തു പറയേണ്ട കാര്യം, സാംസങ് എന്നുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ഇതുപോലുള്ള നല്ലൊരു സ്പെസിഫിക്കേഷൻ, അതും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 7 പ്രോ അതുപോലെ റിയൽമി 3 പ്രോ പോലുള്ള ഫോണുകൾക്കൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും.